തൃശ്ശൂർ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6 സെന്റിൽ ഉള്ള ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി 8 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത്. ആ കാണുന്നതാണ് ഒരു 25 മീറ്ററുള്ള ബസ് റോഡിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള ദൂരം. വൈഡായിട്ടുള്ള റോഡ് തന്നെയാണ്. 6 സെന്റ് സ്ഥലത്ത് 1870 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം 5 ബാത്റൂം ഓടുകൂടിയിട്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ഉടമ ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. ഫ്ലഡ് ഇഷ്യൂസ് ഇല്ലാത്തതും വെള്ളം കയറാത്തതും വെള്ളത്തിന് സ്കേഴ്സിറ്റി ഇല്ലാത്ത മേഖലയിലും കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന മുളങ്ങുന്നത്തുകാവിനടുത്ത് വെളപ്പായ എന്ന് പറയുന്ന സ്ഥലത്താണ്. മെഡിക്കൽ കോളേജിലേക്ക് വളരെ അടുത്താണ് ഇതുള്ളത്. 4-5 കാറുകൾ സുഗമമായിട്ട് പാർക്ക് ചെയ്യാം. ഒരു കാർ പോർച്ചും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സിറ്റ് ഔട്ട് ആണെങ്കിൽ പോലും കാർ പോർച്ചിന് വേണ്ടിയിട്ടാണ് ആ സിറ്റ് ഔട്ടിന്റെ കൊടുത്തതെങ്കിൽ പോലും അതെല്ലാം ആവശ്യത്തിനുള്ളൊരു സിറ്റ് ഔട്ടും കൊടുത്തിട്ടുണ്ട്. 4-5 കാറുകൾ പാർക്ക് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ. 6 സെന്റ് സ്ഥലത്തിൽ അതിമനോഹരമായിട്ട് ഇതിനാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഉൾക്കൊള്ളിച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. താഴത്തും ബാക്കിലും ഫ്രണ്ടിലും സ്ഥലം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ആ ഡിസൈനിങ്. അതാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ലിവിംഗ് ഏരിയയിലേക്ക് മനോഹരമായിട്ടുള്ള ഡോർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ലിവിംഗ് ഏരിയയിലേക്ക് ഒന്ന് പോവാം. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കാർ പോർച്ച്. ഞാൻ പറഞ്ഞിരുന്നു, മനോഹരമായിട്ട് തന്നെയാണ് അതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ ഒരു പടകോളയാണ് നമുക്ക് കാണുന്നത്. TV യൂണിറ്റ്സ് കാണാം, ഫാൾ സീലിംഗ് വർക്കുകളും കാണാം. സിമ്പിളായിട്ടുള്ള ഒരു ഫാൾ സീലിംഗ് വർക്കുകൾ. അതിൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്കിഷ് വെർട്ടിഫൈൽ ടൈൽസും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും വിൻഡോയും കൊടുത്തിട്ടുള്ളതുകൊണ്ട് വെളിച്ചവും വായുവിലും നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. TV യൂണിറ്റ്സ് വാതിലിന് അടുത്ത് തന്നെ ചുമരിൽ നല്ല രീതിയിൽ ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് അത്രയും സ്പേസ് ലാഭിക്കാനും കഴിയും. അതൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ തന്നെയാണ് അത് നിൽക്കുന്നത്. അത് എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ നമുക്കൊരു ഷേപ്പിൽ ഇവിടെ സോഫ സെറ്റ് ചെയ്യാവുന്നതാണ്. 3 ഫേസ് കണക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഹാളുണ്ട്. ഒരു 6 ചെയറൊക്കെ വളരെ ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ്. അതിനും കൂടുതൽ ഇടാം, ഈസിയാണ്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡൈനിങ് ഹാളിൽ നിന്നാണ് സ്റ്റെയർ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നത്. LED ലൈറ്റുകളും കൊടുത്ത് മനോഹരമായിട്ടുണ്ട്. ഒരു ഓപ്പൺ കിച്ചണും കൂടിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷ് ബേസിൻ സ്റ്റെയറിന്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ 1ാമത്തെ ബെഡ്റൂമും ഉള്ളത്. അപ്പൊ അവിടെ ഡയറക്റ്റ് ഫാൾ സീലിംഗ് വർക്കുകളില്ല, ഡയറക്റ്റ് LED ലൈറ്റുകൾ കൊടുത്തിരിക്കുകയാണ്. കബോർഡ് വർക്കുകളുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. 6 വിൻഡോസ് 2 സൈഡിലായിട്ട് 3 വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂംസ് എല്ലാം സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ഫിനിഷിംഗ് വർക്കുകളും എല്ലാം നല്ല ഫിനിഷ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പേഴ്സണലി ആയിട്ടും കൂടി അത് ഞാൻ പറയുകയാണ്. കബോർഡ് വർക്കുകൾ ആണ് കാണിച്ചത്. ഇനി നമുക്ക് നേരെ 2ാമത്തെ ബെഡ്റൂം നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകാം. ഡൈനിങ് ഹാൾ നേരത്തെ കാണിച്ചത് തന്നെയാണ്. ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് കിച്ചൺ, ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കബോർഡ് വർക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഒരു വർക്ക് ഏരിയയും അതിനോടനുബന്ധമായി തന്നെ ഉണ്ട്. വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയക്ക് തൊട്ടപ്പുറത്തൊരു കോമൺ ബാത്റൂമും നമുക്ക് കാണാൻ പറ്റും. വർക്ക് ഏരിയ ഇവിടെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീനിലുള്ള പ്രൊവിഷൻസ്, ഇന്ത്യൻ ക്ലോസറ്റിലുള്ള ഒരു ബാത്റൂമും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ ലാൻഡും ഒന്ന് കാണിച്ചു തരാം. ബാക്കിൽ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ചെടികളോ കറിവേപ്പില പോലുള്ള സ്ഥലങ്ങളോ പച്ചമുളകോ എന്തെങ്കിലുമൊക്കെ നടുന്നതിനും അത്യാവശ്യം സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാഷ് ചെയ്യാനുള്ള കല്ലും സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയറിന്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഇവിടെ ഒരു ബെഡ്റൂം ഉള്ളത്. എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. വന്ന് കണ്ടാൽ മാത്രമേ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. അവിടെ ഒരു വർക്ക് ഏരിയ പോലെ സൈഡിൽ, വർക്ക് ഏരിയ അല്ല, ഡ്രസ്സിംഗ് ടേബിൾ ഇടാൻ പറ്റുന്ന രീതിയിൽ അവിടെയും കൊടുത്തിട്ടുണ്ട്. അവിടെ കബോർഡ് വർക്കുകളും ഒതുക്കി വെച്ചിട്ടുണ്ട്. അവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം കൂടിയാണിത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് രീതിയിൽ തന്നെയാണ്. നല്ല ഫിനിഷിംഗ് രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ടൈൽ പാറ്റേൺസ് ആയാലും വേണ്ടില്ല, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈപ്പിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ള നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ ബെഡ്റൂംസുകളെല്ലാം കുറച്ച് സ്പേഷ്യസ് ആണ്. കാരണം അവിടെ ലിവിങ് ഏരിയ നമുക്കൊന്ന് ചെറുതാക്കിയിട്ടുണ്ട്. അപ്പം മറ്റുള്ളതിനെ കുറച്ച് സ്പേസ് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്. പക്ഷെ അത് അത്ര വലിയ ലിവിങ് ഏരിയ അവിടെ നിന്ന് അധികം ഉപയോഗിക്കാത്തതായിരിക്കും. ബെഡ്റൂമുകളാണ് ആവശ്യത. ഇതാണ് ലിവിങ് ഏരിയ ആയിട്ട് വരുന്നത്. അവിടെയും സൈഡിൽ പരകോള കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയ
അവിടെ ഒരു കോറിഡോർ പോലെ ഓപ്പൺ ടെറസിലേക്കുള്ള യൂണിറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഈ ലിവിങ് ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് ഇവിടെ അധികം ഉപയോഗിക്കില്ല, അതുകൊണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബാത്റൂം തന്നെ സ്പേഷ്യസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. നല്ല സ്പേഷ്യസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേഷ്യസ് ആണ്. അത് നല്ല രീതിയിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഹാഫ് ബ്ലാക്കും പിന്നെ ഒരു വൈറ്റും, അങ്ങനെ ഒരു നല്ലൊരു തീമിൽ ഡിഫറെൻറ്റ് തീമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ്, ലെങ്തി ആയിട്ട് കിടക്കുന്നുണ്ട്. കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കുകളില്ല, ഡയറക്റ്റ് LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഡിഫറെൻറ്റ് പാറ്റേണിലാണ് എല്ലാ ടൈലുകളും, വാൾ ടൈലുകളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഒരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. നല്ല രീതിയിലാണ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നെ നമുക്ക് ഇനി എന്താ കാണാനുള്ളത്, ഓപ്പൺ ടെറസും ബാൽക്കണി ഒന്ന് കാണാം. നമുക്കൊരു ബാൽക്കണിയിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ബാൽക്കണി സിറ്റ് ഔട്ടിന്റെ അതേ ലെങ്ത് ആണ്. അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. നല്ല വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു റെസിഡൻഷ്യൽ, കാമാൻകായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയ. പിന്നെ മെഡിക്കൽ കോളേജിൽ നമുക്ക് അടുത്തായിട്ടുള്ളൊരു, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനും അങ്ങനെയുള്ളവർക്കും പറ്റുന്നൊരു ഇടം തന്നെയാണ്. പിന്നെ നമുക്ക് 8 കിലോമീറ്റർ ഉള്ളൂ തൃശ്ശൂരിലേക്ക്, 10 മിനിറ്റ് ഡ്രൈവ് മാക്സിമം വേണമെങ്കിൽ. നമുക്ക് ഓപ്പൺ ടെറസ് ഇവിടെ നമുക്ക് ഷീറ്റ് അടിച്ച് നെറ്റിട്ട് കഴിഞ്ഞാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ബെഡ്റൂമുകൾ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. അതെല്ലാം മേടിക്കുന്ന ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഫ്രീ ആയിട്ട് കൊടുക്കാം.